അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ ഇന്ന് അങ്ങ് ഏറ്റവും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത, ആരാലും എതിർക്കാൻ കഴിയാത്ത കോൺഗ്രസ് നേതാവായി ഇന്ത്യയിൽ നിന്നേനെ. ഒരുപക്ഷെ ഗാന്ധി കുടുംബത്തിന്റെ, രാഹുൽ ഗാന്ധി കുടുംബത്തിന്റെ ചില എതിർപ്പ് വരാം, എന്നാലും അങ്ങേക്ക് നിൽക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അതിനുള്ള അവസരങ്ങൾ അങ്ങ് തന്നെയല്ലേ കളഞ്ഞു കുളിച്ചത്? എന്നിട്ട് ഇപ്പം അങ്ങ് ചെയ്തത് എന്താണ്? മോഡിയെ പുകഴ്ത്തുന്നു. ഓക്കെ, പലവട്ടം അങ്ങയോട് പറഞ്ഞു ഇത് ചെയ്യരുത്. ഒരു BJPക്ക് അകത്ത് ഒരാൾ നിന്നുകൊണ്ട് കോൺഗ്രസിനെ പുകഴ്ത്തിയാൽ അതിനകത്ത് നിൽക്കാൻ പറ്റുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഒരാൾ കോൺഗ്രസിനെയും BJPയും പുകഴ്ത്തിയാൽ അതിനകത്ത് നിൽക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു രാഷ്ട്രീയമില്ല, അങ്ങനെ ഒരു സംവിധാനമില്ല എന്നുള്ളത് ശശി തരൂർ മനസ്സിലാക്കേണ്ടത്. താങ്കൾ രാഷ്ട്രീയക്കാരനായിരിക്കത്തില്ല, സ്റ്റേറ്റ്സ്മാൻ ആയിരിക്കും, അല്ലെങ്കിൽ താങ്കൾ വലിയ ആളായിരിക്കും. പക്ഷെ രാഷ്ട്രീയ രംഗത്ത് വരുമ്പോൾ അതിൻ്റെ കെട്ടുപാടുകൾക്കകത്ത് നിന്നല്ലേ പോകാൻ കഴിയുള്ളൂ. അവിടെ താങ്കൾ കഴിഞ്ഞ ഒരു കുറച്ചു കാലമായി കോൺഗ്രസിനെ നന്നാക്കാൻ വേണ്ടി, അല്ലെ കോൺഗ്രസിന് 10 സീറ്റ് കൂട്ടാൻ വേണ്ടി, കോൺഗ്രസിനെ ഒന്ന് അധികാരത്തിൽ വരുത്താൻ വേണ്ടി, അത് കേരളത്തിലാവട്ടെ കേന്ദ്രത്തിലാകട്ടെ, അങ്ങ് എന്താണ് ചെയ്തത്? ഇതൊരു സ്വയം വിലയിരുത്തലിന് അങ്ങ് തയ്യാറാവണം. അങ്ങയുടെ കിട്ടിയ അവസരങ്ങൾ ഉപയോഗിച്ച് 2 രീതിയിൽ നമുക്ക് അധികാരം ഉപയോഗിക്കാം. ഒരിടത്ത് നമ്മൾ അധികാര സ്ഥാനത്ത് വന്നാൽ തൻ്റെ സാമ്രാജ്യം വലുതാക്കുന്നതിന് വേണ്ടി സമൂഹത്തെയും പാർട്ടിയെയും പ്രസ്ഥാനത്തെയും ഉപയോഗിക്കാം.